സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അക്ഷയ, പുതുതായി മുന്നറിയിപ്പ് നൽകിയ ജില്ലകൾ ഏതൊക്കെയാണ്? അനീഷ, 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. അവിടെ അതിശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യം വന്ന മഴ മുന്നറിയിപ്പിൽ ഈ ജില്ലകളിലൊന്നും തന്നെ ഭൂരിഭാഗം ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നു, ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നില്ല. 10 മണിക്കായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആ ഒരു അറിയിപ്പ് നമുക്ക് തന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി 1 മണിയായപ്പോഴേക്കാണ് മറ്റ് ജില്ലകളിൽ കൂടെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റ് ജില്ലകളിൽ, അതായത് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത് തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ്. ഈ ജില്ലകളിൽ നേരിയതോ ഇടത്തരമോ ആയിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. നിലവിൽ അതിശക്തമായതോ അതിതീവ്രമായതോ മഴ മുന്നറിയിപ്പുകളില്ല. ഈ ജില്ലകളിലെല്ലാം തന്നെ ഉള്ളത് യെല്ലോ അലർട്ടാണ്, ശക്തമായിട്ടുള്ള മഴയാണ്. എന്നാൽ മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും ഇതുവരെ മഴ മുന്നറിയിപ്പുകളൊന്നും തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ മഴയോടൊപ്പം തന്നെ, ഒറ്റപ്പെട്ട ശക്തമായ മഴയോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളതും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. അതായത് 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കൃത്യമായ ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്ക് നാളെ വിവിധ ജില്ലകളിൽ, അതായത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്ക് നാളെ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുണ്ടോ? ഉണ്ട് അനീഷ. അതായത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള ഒരു കാര്യം കൂടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ മോശമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്, അതോടൊപ്പം തന്നെ കാറ്റിനും സാധ്യതയുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്.